ചെറുതുരുത്തി പോലീസിന്റെ മിന്നൽ ലഹരി വേട്ട വീണ്ടും 80 ലക്ഷം വില മതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. തിങ്കളാഴ്ച കൊച്ചിൻ പാലത്തിന് സമീപത്ത് നിന്ന് 5 ലക്ഷം രൂപ വിലമതിക്കുന്ന ഹാൻസ ഒറ്റപ്പാലം സ്വദേശിയായ ഉണ്ണികൃഷ്ണന്റെ കാറിൽ നിന്ന് പിടിച്ചിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിതരണം ചെയ്യുന്ന വൻ ഹാൻസ് ശേഖരം പിടിച്ചെടുത്തത്. പറയന്നൂർ ഒറ്റപ്പാലം പോലീസിന്റെ നേതൃത്വത്തിൽ മായന്നൂർ തീപ്പാറ അങ്ങല്ലൂർ വീട്ടിൽ അനൂപിന്റെ വീട്ടിലെ കാർ പാർക്കിൽ ഓട്ടോറിക്ഷയിലും ഇന്നോവ കാറിലുമായി സൂക്ഷിച്ചിരുന്ന 9000 ഹാൻസ് പാക്കറ്റുകളാണ് സംഘം പിടിച്ചെടുത്തത്. അനൂപിനെ കസ്റ്റഡിയിൽ നിന്ന് ചോദ്യം ചെയ്തതോടെയാണ് തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് കണക്കിന് സാധനം ഇയാൾക്ക് എത്തിച്ചു നൽകുന്ന ഒറ്റപ്പാലം സ്വദേശിയായ റഷീദിന്റെ ആൾതാമസമില്ലാത്ത സ്ഥലത്തെ വലിയ ഗോഡൌണിൽ നിന്ന് 1 ലക്ഷം ഹാൻസ് പാക്കറ്റുകൾ പിടിച്ചെടുത്തത്. പോലീസ് പരിശോധന നടത്തിവരുന്ന വിവരത്തെ തുടർന്ന് പ്രതി റഷീദ് മുങ്ങുകയായിരുന്നു. അപ്പോൾ ഏകദേശം 1 കോടി രൂപയോളം വിലമതിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് ഈ പ്രദേശത്തെ ആദ്യത്തെ സംഭവമാണ്. ഇത്ര വലിയൊരു രീതിയിലുള്ള ലഹരി വേട്ട ഈ പ്രദേശത്തുകാർ മുഴുവൻ എത്തിയിരിക്കുകയാണ്. ഈ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ പോലീസിൻ്റെയും അതുപോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ക്രിയാത്മകമായ ഇടപെടലുകളുടെ അഭാവമാണ് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ നാട്ടിലെമ്പാടും വർദ്ധിച്ചിരിക്കുന്നത്. ചെറുതുരുത്തി ഇൻസ്പെക്ടർ ബോബി വർഗീസ്, സബ് ഇൻസ്പെക്ടർ DS ആനന്ദ്, സബ് ഇൻസ്പെക്ടർ K വിനു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത, ശ്രീദേവി എന്നിവരടങ്ങുന്ന സംഘമാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. TCV ചെറുതുരുത്തി.